അസ്സലാമു അലൈക്കും. എല്ലാവരും റമദാനിൻ്റെ തിരക്കിലായിരിക്കും. ഇന്ന് നമുക്ക് 7ാമത്തെ നോമ്പാണ്. അതുകൊണ്ട് തന്നെ വളരെ ശ്രേഷ്ഠമായ നമ്മുടെ റമദാന് നല്ല രീതിയിലാണ് എല്ലാവർക്കും പോകുന്നത്. അള്ളാഹുവിനോട് എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. റമദാൻ 30 വരെ ഇൻഷാ അല്ലാഹ് എല്ലാവരുടെയും ദുആകളിൽ പരസ്പരം ഉണ്ടായിരിക്കുക. അള്ളാഹുവെ, ഈ ദിനത്തിൽ അനാഥകൾക്കും കാരുണ്യം ചെയ്യാനും അന്നപാനാദികൾക്ക് ദാനം ചെയ്യാനും സലാം അഭിവാദനങ്ങൾ നിർവഹിക്കാനും എനിക്കും പൂർവോപരി അവസരം നൽകണമേ. എല്ലാവരുടെയും അഭയകേന്ദ്രമായ നാഥ, നല്ലവരോടും സഹവസിക്കാൻ നീ എനിക്ക് ഭാഗ്യം നൽകൂ. കുരുത്തം കെട്ട കൂട്ടുകാരെ തൊട്ടുള്ള വെടിപറച്ചിൽ ഉപേക്ഷിക്കാൻ എന്നെ നീ തുണക്കണമേ. ഈ ഒരു പ്രാർത്ഥന നമുക്ക് ഈ ഒരു 7ാമത്തെ ദിവസം നമുക്കുണ്ടായിരിക്കണം. 7ാമത്തെ നോമ്പിന് എല്ലാവരും ഈ റമദാനിൽ നല്ല കാര്യങ്ങൾ, സൽക്കർമ്മങ്ങൾ ചെയ്യുക, നല്ലത് മാത്രം ചിന്തിക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യുക. ബാക്കിയുള്ളതിൽ നിന്നൊക്കെ നമ്മൾ മാറി നിൽക്കുക. റമദാൻ എന്നല്ല, നമ്മളിവിടെ എന്നും അങ്ങനെ ആയിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു 7ാമത്തെ 10 നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് പറയുന്നത്. എല്ലാവരും ഇത് ചെയ്യുക. നമ്മുടെ ഖുർആനൊക്കെ അധികരിപ്പിക്കുക, ദിക്റുകൾ അധികരിക്കുക, സ്വലാത്തുകൾ അധികരിപ്പിക്കുക, നിസ്കാരങ്ങൾ സുന്നത്തും ഫർളൊക്കെ മുഴുവൻ എടുക്കാൻ ശ്രമിക്കുക. തറാവി നിസ്കാരം മുടങ്ങാതെ ചെയ്യാൻ ശ്രമിക്കുക. സഹോദരിമാരോടും സഹോദരന്മാരോടും എല്ലാവരോടും കൂടിയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 7ാമത്തെ നോമ്പിന് നമ്മളിത് ചെയ്യുക. ഇൻഷാ അല്ലാഹ് എല്ലാവരും പരസ്പരം ദുആ ചെയ്യുക, എല്ലാവരുടെയും ദുആകളിൽ ഉൾപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ എന്തെങ്കിലും ചെയ്തു പോയ തെറ്റുകളുണ്ടെങ്കിൽ അത് പുറത്തു തരാൻ നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഇൻഷാ അല്ലാഹ് തുടർന്ന് വീഡിയോസൊക്കെ കാണുക. നോമ്പിൻ്റെ സമയമായതുകൊണ്ട് ഇടയ്ക്ക് വീഡിയോ ഇടാറില്ല. അത് നമ്മളെ ഇബാദത്തുകളിലും കാര്യങ്ങളും ഏർപ്പെടുമ്പോൾ നമുക്കതിനുള്ള സമയങ്ങൾ കിട്ടാറില്ല. അതുകൊണ്ടാണ്. അപ്പം അതുകൊണ്ട് കഴിയുന്ന സമയം ഇടാൻ ശ്രമിക്കാം. എന്തായാലും എല്ലാവരും പരസ്പരം ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും.